ഹലോ, നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ജൂലൈ 13 സമയം രാവിലെ 7 മണിയായിട്ടുണ്ട്. 7 മണിക്ക് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഒരു കാഴ്ച കണ്ട സാധാരണ സീസണിന്റെ യഥാർത്ഥ ഒരു അന്തരീക്ഷം ഈ കാണുന്നതാണ്. കാരണം ഒരു സൈഡ് മാത്രമല്ല, ഇത് നമ്മുടെ പ്രധാന ഭാഗമായിട്ടുള്ള ഫിഷ് ലാൻഡ് ആണ്. വള്ളങ്ങൾ അടുപ്പിച്ച് മീനൊക്കെ ലേലത്തിൽ കൊടുക്കുന്ന ഒരു പരിസരമാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് 100-ൽ കൂടുതൽ വള്ളക്കാർ കരയ്ക്ക് അടുപ്പിച്ച് മീൻ ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഏകദേശം 100-ൽ കൂടുതൽ വള്ളക്കാർ വെയിറ്റിംഗ് ആണ്. ഈ കാണുന്നത് കണ്ട വരുന്നതെല്ലാം നെത്തോലി മീനുകളാണ് കേട്ടോ. പ്രധാനമായിട്ട് നെത്തോലി മീനുകളാണ്, മീനുകളാണ് വരുന്നത്. സോറി, ഞാൻ ലൈവായിട്ട് സംസാരിക്കും, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വരും, നമ്മുടെ കൂട്ടുകാരൊന്ന് ക്ഷമിക്കുക. വള്ളക്കാരെല്ലാം വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ ഈ കാണുന്നത് പ്രധാന ഭാഗമായിട്ടുള്ള ഫിഷ് ലാൻഡാണ്. ഇതാ നമുക്ക് വല്ല സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അതേ അവസ്ഥ തന്നെയാണ്. കാണുന്നുണ്ടോ? യഥാർത്ഥ സീസണിന്റെ ഒരു അന്തരീക്ഷം. എന്താ, നമുക്ക് ഇടത് സൈഡ് നോക്കിക്കഴിഞ്ഞാലും ഫിഷ് ലാൻഡിന്റെ ഇടത് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതാ 100-ൽ കൂടുതൽ വള്ളക്കാർ ഇവിടെ അടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വള്ളക്കാർ വെയിറ്റിംഗ് ആണ്. എല്ലാം നെത്തോലി മീനുകളാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വരുന്നത് നെത്തോലി മീനുകളാണ്. ഇതുപോലുള്ള ഒരു അന്തരീക്ഷം ഈ സീസൺ തുടങ്ങിയതിനു ശേഷം 2026 ജൂൺ മുതൽ തുടങ്ങിയ സീസണിന് ശേഷം ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. കാണുന്ന എല്ലാം നെത്തോലി മീനാണ്. സാധാരണ പെട്ടിയിൽ കൊണ്ടുവരുന്ന വള്ളക്കാർ ഇതാ വള്ളത്തിൽ തട്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നെത്തോലി മീൻ, നെത്തോലി മീൻ തന്നെയാണ് പ്രധാന മീനായിട്ട് ഇന്നുള്ളത്. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, നെത്തോലി മീനിന്റെ റേറ്റിന് നമുക്ക് മറ്റു മീനുകളൊന്നും കിട്ടത്തില്ല. കാരണം ഏത് മീനാണ് കൂടുതലുള്ളത് ആ മീനിന് കുറച്ച് റേറ്റ് കുറവായിരിക്കും കേട്ടോ. ബാക്കിയുള്ള മീനുകൾക്ക് അതിൻ്റെതായ റേറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മുടെ കൂട്ടുകാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. രണ്ടാമത് കാണുന്ന വള്ളം നിറയെ നെത്തോലിയാണ്. ആളെ നോക്കി നെത്തോലി മീനുകളാണ്. മുട്ടയിട്ടാണ് വരുന്നത്. മുട്ട റേറ്റ് പറഞ്ഞ 1100. 1100 എന്നാണ് പറയുന്നത്. കുറച്ച് മുൻപ് വരെ റേറ്റ് കൂടുതലാണ്. ഏകദേശം 2500 വരെ പോയ നെത്തോലി മീനാണ്. വള്ളക്കാരൊക്കെ കൂടുതൽ വരാൻ പോയിട്ടാണ് കുറച്ച് വില കുറഞ്ഞിട്ടുള്ളത്. ഇനിയും പറയാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ നെത്തോലി മീൻ കണ്ടിന്യൂ വരുമോ ഇല്ലയോ ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല കേട്ടോ. ചിലപ്പോൾ വില കൂടാം, വില കുറയാം, ഒന്നും തന്നെ നമുക്ക് നിശ്ചയിക്കാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു തിരക്ക് എത്രത്തോളം ഇനി കാണുമെന്നൊന്നും പറയാൻ പറ്റത്തില്ലേ. നെത്തോലി മീനാണ് എല്ലാം. എങ്ങനെ ഏതാ നെത്തോലി ഇത്? പടുവാട്ട് നെത്തോലി അല്ലേ? എല്ലാം മിക്സിംഗ് അല്ലേ ഇത്? എല്ലാരും നെത്തോലിയും പടുവാട്ട് നെത്തോലിയും മിക്സിംഗ് ആണ്. ഇതാണ് ജൂലൈ 13 7 മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നാൾ വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു കാഴ്ച ഒന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. കാരണം അത്രത്തോളം മീനുകൾ ഒന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്നത്തെ അവസ്ഥ അതല്ല. അപ്പൊ നെത്തോലി മീൻ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. വേറെ ഏതെങ്കിലും മീനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം നമുക്ക്. അല്ല, നെത്തോലി മീനുകളെ കമ്പനിക്കാരാണ് അളന്നെടുക്കുന്നത്. സാധാരണ ഇത് വള്ളത്തോട് എടുക്കുന്നവർക്കായിരിക്കും ഈ റേറ്റ് പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കൂട്ട 2 കൂട്ടം എടുക്കുന്നവർക്ക് ഈ റേറ്റിനൊന്നും മീനുകൾ കിട്ടത്തില്ല. അതും കൂടെ നമ്മുടെ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കണം. ഇത്രത്തോളം തിരക്കാണെന്നുണ്ടോ നമ്മുടെ കൂട്ടുകാർ? നെത്തോലി മീൻ തന്നെയാണ് കേട്ടോ. വേറെ മീനുകളൊന്നും തന്നെ കാണാനില്ല. തട്ടുമടിക്കാർക്ക് നെത്തോലി മീൻ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്.